തിരുസന്നിധിയിലായിരിക്കാൻ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മളെ സഹായിച്ചു. പ്രത്യേകിച്ച് കുരുത്തോല ഞായറാഴ്ച എന്ന് ലോകത്തിൽ പരക്കെ അറിയപ്പെടുന്ന ഒരു ദിവസമാണ്. ഓശാന ഞായറാഴ്ച എന്നും ആ ദിവസം വിളിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഈ രണ്ടു പേരിൽ ഈ ദിവസം അറിയപ്പെട്ടത് യേശുക്രിസ്തുവിന്റെ യെരൂശലേമിലേക്കുള്ള രാജകീയ പ്രവേശനം നടന്നത് ഈ ദിവസമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 4 സുവിശേഷങ്ങളിലും യേശുക്രിസ്തുവിന്റെ ഈ രാജകീയ പ്രവേശനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ, മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ, ഇങ്ങനെ 4 സുവിശേഷങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ യെരൂശലേം പ്രവേശനത്തെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ സാധാരണ ലോകപരമായിട്ട് ചിന്തിക്കുമ്പോൾ ദ റോയൽ എൻട്രൻസ് ഓഫ് ജീസസ്, യേശുവിന്റെ രാജകീയ പ്രവേശനം എന്നാണ് വേദപുസ്തക ചരിത്രത്തിൽ ഇതിന് പേര് നൽകിയിരിക്കുന്നത്. ഈ ദിവസം യേശു ഒരു കഴുതക്കുട്ടിയുടെ മേലാണ് യെരൂശലേം പട്ടണത്തിലേക്ക് മാർച്ച് ചെയ്തത്. നമ്മൾ ഈ പറഞ്ഞ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ മത്തായി സുവിശേഷം 21 അതിന്റെ അവസാന വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പട്ടണം മുഴുവനും ഇളകി മറിഞ്ഞു. എന്നിട്ട് ജനം ചോദിക്കുകയാണ്, ഹു ഈസ് ദിസ്? ഇവൻ ആരാണ്? പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇവൻ ദാവീദിന്റെ പുത്രനായി പാപികളുടെ പാപമോചകനായി വരുന്നവനാണെന്ന് ചില ആൾക്കാർ പറഞ്ഞു. ചില ആൾക്കാര് അതിന് വിപരീതമായി പറഞ്ഞതായി നമുക്ക് ബൈബിളിൽ വായിച്ച് കാണുവാൻ കഴിയും. നമ്മൾ സാധാരണ മലയാള ബൈബിളിൽ വായിക്കുമ്പോൾ ഓശാന എന്ന് വായിക്കുന്നു. എന്നാൽ നമ്മൾ സുറിയാനിയിലേക്ക് പോകുമ്പോൾ ഹോസാന എന്ന വാക്കാണ്. നമ്മൾ ലത്തീൻ ഭാഷയിലേക്ക് പോകുമ്പോൾ ഹോസന്ന എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. ഓശാന എന്ന് പറഞ്ഞാലും ഹോസാന എന്ന് പറഞ്ഞാലും ഹോസന്ന എന്ന് പറഞ്ഞാലും നൗ സേവസ്, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക എന്നതാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, യേശു കഴുതക്കുട്ടിമേൽ കയറി യെരൂശലേം പട്ടണത്തിലേക്ക് ചെന്നപ്പോൾ ഒരുവിധമായ ജീവിത സുരക്ഷയുമില്ലാതെ നാളുകളായി, നൂറ്റാണ്ടുകളായി ഭയവിഹുലരായി ജീവിച്ച യഹൂദന്മാർ പറയാണ്, നീ ഇപ്പോൾ തന്നെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ BC 586 മുതൽ ഇസ്രായേൽ ജനം പ്രവാസികളായി ബാബിലോൺ, പേർഷ്യ, മെസപ്പൊത്തോമിയ, ഗ്രീസ്, റോം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ അടിമകളായി പോയിക്കൊണ്ടിരുന്ന അതിന്റെ ഒടുവിലാണ് കർത്താവായ യേശുക്രിസ്തു ഈ കഴുതക്കുട്ടിമേൽ കയറി വരുന്നത്. അതുകൊണ്ട് നൂറ്റാണ്ടുകളായി അനുഭവിച്ച പീഡനങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും തങ്ങൾക്കൊരു മോചനം അനിവാര്യമാണെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ അധരത്തിൽ നിന്ന് വീണ വാക്കാണ് ഹോശാന, ഹോശാന, ഹോശാന. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കാണും. അതിനെക്കുറിച്ച് മനോഹരമായ പാട്ടുണ്ട്. ദാവീദിൻ സുതന് ഹോശാന എന്ന് നിങ്ങൾ പോകുന്ന വഴിയിൽ ഒരുപക്ഷെ കുർബാന സർവീസ് തീരാത്ത കാത്തലിക് ചർച്ചുകളിലും ആ പാട്ടിന്റെ ഇരടികൾ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും.
ദാവീദിന്റെ പുത്രനായി വന്ന രാജാവിനാണ് യഹൂദ ജനങ്ങൾ ഓശാന പാടിയത്. ദാവീദിന്റെ മകനായി വന്ന യേശുവിന് മാത്രമേ ഒരു രാജകീയ സിംഹാസനത്തിൽ രാജാവായി ഇരുന്നുകൊണ്ട് മനുഷ്യരാശിയെ രക്ഷിക്കുവാൻ കഴിയൂ. പ്രിയ ദൈവമക്കളെ, ദാവീദ് ഇസ്രായേലിലെ രാജാവായിരുന്നു. ആ ദാവീദിന്റെ മകനായി വരുന്ന യേശുവും രാജാവാണ്. ആ രാജാവിന് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ എന്നവർക്ക് മനസ്സിലായി. കാരണം യഹൂദ ജനത്തെ ബാബിലോൺ പ്രവാസം മുതൽ പീഡിപ്പിച്ച് ഭരിച്ചത് മുഴുവനും രാജാക്കന്മാരായതുകൊണ്ട് സകല പീഡനങ്ങളെയും മാറ്റി ഞങ്ങൾക്കൊരു മോചനവും ഉദ്ധാരണവും നൽകി സമാധാനത്തോടെ ശാന്തിയോടെ ഞങ്ങളെ ഭരിക്കുവാൻ ഒരു രാജാവ് വരുന്നു. ആ രാജാവിന്റെ പേരാണ് ദാവീദിന്റെ പുത്രനായ യേശു എന്ന ആ രാജാവ്. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ മനസ്സില് ഈ ഓശാന ദിവസം യേശു എന്ന വ്യക്തിയെ നമ്മൾ ഓർക്കണം. അതിനുശേഷം ഒരു ശാന്തമായ കഴുതക്കുട്ടിയെ നമ്മൾ ഓർക്കണം. യെരുശലേം എന്ന് പറയുന്ന പട്ടണത്തെ നമ്മൾ ഓർക്കണം. ജനങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന ഓശാന എന്ന വാക്കും നമ്മൾ ഓർക്കേണ്ടത് അനിവാര്യമാണെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കാം. എന്നാൽ അന്ന് അവര് കുരുത്തോലയല്ല കയ്യിൽ വഹിച്ചത്. ഒലിവ് മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടി, ആ ഒലിവ് മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടി അത് കൊമ്പുകളോടുകൂടി ഇലകളോടുകൂടി പൂക്കളോടുകൂടി രണ്ട് കരങ്ങളിലും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ഉലച്ചുകൊണ്ടാണ് അവര് ഹോശന്ന പാടിയത്. നമ്മുടെ നാട്ടിൽ ഒലിവ് മരം വളരെ അപൂർവമായി ഉള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പരിഷ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ തെങ്ങിന്റെ ഈ കുരുത്തോല വെട്ടി അതാണ് ദൈവാലയത്തിൽ കൊണ്ടുപോയി പട്ടക്കാര് വെഞ്ചിരിച്ച് ദൈവജനത്തിന് കൊടുത്ത് അവർ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു. അതിൽ നിന്ന് കഷ്ണം മുറിച്ച് പെസക വ്യാഴാഴ്ച അപ്പം ഉണ്ടാക്കുമ്പോൾ അതിൽ വെക്കുകയും അതിനുശേഷം അതിന്റെ അവസാന പുതിഞ്ഞാറാഴ്ച ആ കുരുത്തോല കരിച്ച് അതുകൊണ്ട് നെറ്റിത്തടങ്ങളിൽ കുരിശു വരയ്ക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് നമ്മുടെ നാടുകളിൽ കാണുവാൻ കഴിയുന്നത്. ഇന്ന് പ്രകാരം ഞാൻ പറയട്ടെ, വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ കുരുത്തോല എന്ന് പറയുമ്പോൾ ആ കുരുത്തോലയ്ക്ക് 4 അടയാളങ്ങൾ ഈ ലോകത്തില് സങ്കല്പമായി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ആ കുരുത്തോലയുടെ അടയാളം എന്ന് പറയുന്നത് വിശുദ്ധിയുടെ പ്രതീകമാണ്. രണ്ടാമത് നിർമ്മലതയുടെ പ്രതീകമാണ്. മൂന്നാമത് ആനന്ദത്തിന്റെ പ്രതീകമാണ്. നാലാമത് വിജയത്തിന്റെ പ്രതീകമാണ്. അപ്പം അത് നിർമ്മലതയുടെയും വിശുദ്ധിയുടെയും ആനന്ദത്തിന്റെയും വിജയത്തിന്റെയും അടയാളമാണ്. കർത്താവായ യേശു യെരുശലേമിലേക്ക് വിനീതനായി കഴുതക്കുട്ടിമേൽ കയറിയെങ്കിൽ ആ സമയം ഒലിവിന്റെ ഇലകൾ അടങ്ങുന്ന ശിഖരങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹോശന്ന എന്ന് ജനങ്ങൾ ആർത്തപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇനി ഞങ്ങൾക്ക് അടിമത്വത്തിൽ കഴിയേണ്ടി വരത്തില്ല, ഇനി ഞങ്ങൾ പാപാന്തകാലത്തിൽ കഴിയേണ്ടി വരത്തില്ല. ഈ പ്രവേശനത്തോടുകൂടി ഞങ്ങളുടെ പാപബന്ധനങ്ങൾ അടിമ ബന്ധനങ്ങൾ എന്നേക്കുമായി അഴിഞ്ഞു മാറും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ കുരുത്തോല ഞായറാഴ്ച, ഈ ഓശാന ഞായറാഴ്ച നമ്മളുടെ ഹൃദയത്തിലും ഒരു പരിപൂർണമായ പാപമോചനം സംഭവിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഒരു വിമോചനം, ഒരു വിടുതൽ, ഒരു ഉദ്ധാരണം പരിപൂർണമായി സംഭവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു വാക്കിന്റെ പേരാണ് ഓശാന. ഓശാന എന്ന വാക്കിലും ഇപ്പോൾ തന്നെ ഞങ്ങളെ രക്ഷിക്കുക എന്ന്. അതുകൊണ്ട് പ്രിയവാത്സല്യമുള്ള ദൈവമക്കളെ, ഇപ്പോൾ തന്നെ എന്നെ രക്ഷിച്ചാൽ, കർത്താവേ എന്റെ കുടുംബത്തെ രക്ഷിച്ചാൽ, എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചാൽ, എന്റെ ഭരണത്തെ രക്ഷിച്ചാൽ, യോശുവയുടെ വാക്കുമ്പോൾ ഞാനും എന്റെ കുടുംബവും നിന്റെ പിന്നാലെ നിന്ന് സേവിച്ചുകൊണ്ട് യാത്ര ചെയ്യും. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, ഇന്നയോളമുള്ളതെല്ലാം മറന്നുകൊണ്ട്, ഇന്നയോളമുള്ളതിനെയെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഈ ഓശാന ഞായറാഴ്ച മുതൽ
നമ്മുടെ ജീവിതയാത്ര കുടുംബമായി കർത്താവിന്റെ പിന്നാലെ അവന്റെ പിന്നിൽ ആയിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ തന്നെ എന്നെ രക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യണം. ഇത് നമുക്കൊരു ബുദ്ധി ഉപദേശവും കൂടി ആയിരിക്കട്ടെ. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും ഏത് പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും എന്റെ അറിവിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മളെ കർത്താവ് രക്ഷിക്കും. കാരണം ഒരു ജോലി ചെയ്യുമ്പോൾ അപകടമുണ്ടായി മരണം ഭരിക്കാതിരിക്കാൻ കർത്താവെ ഇപ്പോൾ തന്നെ നീ എന്നെ രക്ഷിക്കണമേ എന്ന് അർത്ഥം വരുന്ന ഓശാന എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മൾ സാധാരണ നമ്മുടെ ഒരു അറിവില് ഉപയോഗിക്കുന്നത് എപ്പോഴും സ്തോത്രമാണ്. ചില സമയത്ത് സ്തുതി എന്ന അർത്ഥം വരുന്ന പ്രൈസ് ദി ലോർഡ് എന്ന വാക്ക് ഉപയോഗിക്കും. അപൂർവ സന്ദർഭങ്ങളിൽ ദൈവത്തിന് ബഹുമാനം എന്നർത്ഥം വരുന്ന ഹല്ലേലൂയ എന്ന പദവും നമ്മൾ ഉപയോഗിക്കും. എന്നാൽ ഇത് പ്രകാരം സ്തോത്രത്തോടും സ്തുതിയോടും ഹല്ലേലൂയയോടും ചേർന്ന് ഓശാന എന്നൊരു വാക്കും കൂടി നമ്മൾ കൂട്ടിച്ചേർക്കണം. ആമേൻ. കാര്യം മനസ്സിലായോ? സ്തോത്രം എന്ന് പറഞ്ഞാൽ കർത്താവേ നിനക്ക് നന്ദി. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയട്ടെ, ചുമ്മാ കാണുമ്പം ഒന്ന് കൈ കൊടുത്തിട്ടോ കാണുമ്പോഴോ സ്തോത്രം പറയരുത്. കൈ കൊടുത്തിട്ട് കർത്താവിന് സ്തോത്രം എന്ന് പറഞ്ഞാലേ വേദപുസ്തക പ്രകാരം ആ വാക്കിന് വിലയുള്ളൂ. കാരണം ഇംഗ്ലീഷിൽ നമ്മൾ ഒരു നന്ദി എന്ന അർത്ഥത്തിൽ താങ്ക്സ്, താങ്ക് യു എന്ന് പറയുന്നത് പോലെ എന്തിന് അർത്ഥമുള്ളൂ? സ്തോത്രത്തിന് അർത്ഥമുള്ളൂ. പക്ഷെ അത് കർത്താവിനായി തീരണമെങ്കിൽ കർത്താവിന് സ്തോത്രം. രണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടിയതിന്റെ കാരണം കർത്താവാകിയാൽ അവിടെ കരം കൊടുത്തിട്ട് കർത്താവിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും കണ്ടുമുട്ടുവാൻ ഇടയാക്കിയ കർത്താവിന് നന്ദി എന്ന അർത്ഥത്തിൽ അത് തീരും. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം, അല്ലെ? അപ്പം ദൈവത്തിന് നമ്മൾ ബഹുമാനം കൊടുക്കുന്നതാണ് ഈ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നത്. മൂന്നാമത് ദൈവത്തിന് അവന്റെ നാമത്തെ നമ്മൾ ഏറ്റവും മഹനീയമായി വിളംബരം ചെയ്യുന്ന ഒന്നാണ് ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അത് വീണ്ടെടുപ്പിന്റെ ഒരു ധ്വനിയുണ്ട്, വിടുതലിന്റെ ഒരു ധ്വനിയുണ്ട്, അനുഗ്രഹത്തിന്റെ ഒരു ധ്വനിയുണ്ട്. ഇതെല്ലാം അതിൽ അന്തർലീനമാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മൾ സ്തോത്രത്തോടും സ്തുതിയോടും ഹല്ലേലൂയയോടും കൂടെ ഈ ഓശാന ഞായറാഴ്ച നാലാമതൊരു പദവും കൂടി ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുകയാണ്. ആ പദത്തിന്റെ പേര് ഓശാന, ഹോസാന, ഹോസന്ന. അപ്പോൾ ഇപ്പോൾ രക്ഷിക്കണമേ എന്നുള്ള വാക്കാണ്. മറ്റു മൂന്നിനും അങ്ങനെ ഒരു അർത്ഥമില്ല. അപ്പൊ മനസ്സിലായോ? താങ്ക്സ് പറയുന്ന ആ ഒന്നാമത്തെ വാക്കിനും ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്ന രണ്ടാമത്തെ വാക്കിനും ദൈവത്തിന് മഹത്വം കരയറ്റുന്ന ആ മൂന്നാമത്തെ വാക്കിനും ഇല്ലാത്ത ഒരു അർത്ഥം ഏത് വാക്കിനുണ്ട്? ഓശാന എന്ന വാക്കിനുണ്ട്. ഇപ്പോൾ എന്നെ രക്ഷിക്കണമേ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദുഷ്ടത നിറഞ്ഞ, പാപം നിറഞ്ഞ, മാലിന്യം നിറഞ്ഞ, തിന്മ നിറഞ്ഞ, വഷളത്വം നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ ഇന്ന് പകൽക്കാലം മുതൽ ഈ ഓശാന ഞായറാഴ്ച മുതൽ നാലാമത് കേട്ട ഈ ഒരു വാക്ക് കൂടി ഉപയോഗിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുമോ? കർത്താവേ ഓശാന, കർത്താവേ ഓശാന, നീ എന്നെ ഇപ്പോൾ രക്ഷിക്കണമേ. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതം ധന്യമായി സമർത്ഥമായി അനുഗ്രഹപൂർണമായി മുന്നോട്ട് പോവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നമ്മെ ഓർപ്പിക്കുകയാണ്. ഇന്ന് പ്രകാരം ഞാൻ ഒരു കാര്യവും കൂടെ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 21-ാം അധ്യായം, മത്തായി സുവിശേഷം 21-ാം അധ്യായം, അതിന്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ 9-ാം വാക്യത്തിൽ, മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ, മുൻപും പിൻപും നടന്ന് ജനക്കൂട്ടം ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന്
പറഞ്ഞതിന് ശേഷം അത്യുന്നതങ്ങളിൽ ഹോശന്ന. അപ്പൊ നമ്മൾ ഓർക്കണം, ഈ ഭൂമിയിലേക്ക് വന്ന യേശുവിന് ഹോശന്ന പറയുന്നു. അവൻ അത്യുന്നതനാകിയാൽ അവന് ഹോശാന പറയുന്നു. ഒരു കാര്യം ഓർക്കണം, മനുഷ്യനായി ദാവീദിന്റെ സന്തതിയായി ജനിച്ചു വന്ന യേശു കേവലം ഒരു മനുഷ്യൻ മാത്രമല്ല, അവൻ മഹാദൈവവും കൂടിയാണ്. അതുകൊണ്ട് മനുഷ്യനായി പിറന്ന യേശുവിനും മഹാദൈവമായ യേശുവിനും നമ്മൾ എന്ത് പറയണം? ഹോശാന, ഹോശാന, ഹോശാന നമ്മൾ പറയണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കാം. അവൻ യെരൂശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ജനം വഴിയോരങ്ങളിൽ അവനെ വളഞ്ഞുകൊണ്ട്, അവനെ വലയം ചെയ്തുകൊണ്ട് ഹോശന്ന പറഞ്ഞുവെങ്കിൽ പട്ടണം ഇളകി. പ്രിയ ദൈവമക്കളെ, ഇവനാ എന്ന് ജനങ്ങൾ ചോദിക്കുകയാണ്. ഇത്രത്തോളം ആർഭാടത്തോടെ, ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ തങ്ങളുടെ ജീവിതത്തിലെ എല്ലാം മറന്നുകൊണ്ട് യേശുവിന് ഒരു ഹോശന്ന പറഞ്ഞപ്പോൾ ഇവൻ ആരെന്ന് ചോദിച്ചത് ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായ യഹൂദന്മാരാണ്. പ്രിയ ദൈവമക്കളെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ജനങ്ങൾ ഒരുമിച്ചു കൂടി പറയുമ്പോൾ ഇത് കേട്ട് മാനസിക പ്രയാസമുണ്ടായ യേശുവിനെ അത്ര ഇഷ്ടമല്ലാത്ത ജനങ്ങൾ ചോദിക്കുകയാണ്, ഇവൻ ആരാണ്? എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഇവന്റെ പേരാണ് എന്റെ ഹൃദയത്തിന്റെ രാജാവ്, എന്റെ ഹൃദയത്തിന്റെ രക്ഷകൻ, എന്റെ ഹൃദയത്തിന്റെ വഴികാട്ടി, എന്റെ ഹൃദയത്തിന്റെ ആലോചകൻ, എന്റെ ഹൃദയത്തെ സൂക്ഷിക്കുന്നവൻ. അതുകൊണ്ട് ഈ ഹോശാന ഞായറാഴ്ച ഈ കർത്താവായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് സന്തോഷകരമായ, ആനന്ദകരമായ ഒരു ജീവിതയാത്ര നയിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. കുരുത്തോടെ കയ്യിൽ പിടിച്ച് വീശിക്കൊണ്ടാണ് ദാവീദിന്റെ പുത്രന് ഹോശന്ന എന്ന് പറഞ്ഞതെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ കരങ്ങളെ വീശിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഹോശന്ന പറയുന്നത് എത്രയോ നല്ലതാണെന്ന് എന്റെ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങിയാണ്. കർത്താവ് നമ്മളെ സഹായിച്ചതിലേക്ക് മാറാകട്ടെ.